ഓപ്പറേഷൻ തുഫാൻ കേരളത്തിൽ ഒരു വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കുന്ന ഒരു വലിയ പദ്ധതിയായി ഇത് മാറിയിട്ടുണ്ട്. നേരത്തെ ജനങ്ങൾക്ക് മയക്കുമരുന്ന് മാഫിയയെ പേടിയായിരുന്നെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയായ അവസ്ഥയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ ഒരുമിച്ച് ഈ മയക്കുമരുന്ന് ലോബിക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ അതുകൊണ്ടാണ് വൻപിച്ച വിജയമായിരിക്കുന്നത്. ഇന്ന് കേരളത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾ ഉത്സാഹപൂർവ്വം ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കും പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുകയാണ്. സാമുദായിക സംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, അതോടെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഈ പദ്ധതി മുന്നിട്ടിറങ്ങി സഹായിക്കുന്നതിൽ പ്രത്യേകം അവരോടെല്ലാം നന്ദിയുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ജനോപകാരപ്രദമായ ഈ നടപടി വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരിത് അവസാനിപ്പിക്കണം. പോലീസിൻ്റെ ശക്തമായ നടപടികൾ ഇനിയും ഉണ്ടാകും. ഇത് ഗവൺമെൻറ് വന്നപ്പോൾ ആരംഭിച്ച ഒന്നാണ്, പെട്ടെന്ന് നിർത്തുമെന്നാണ് പലരും കരുതിയത്. ഇതൊരിക്കലും അങ്ങനെ നിർത്തില്ല. ലഹരി മാഫിയയെ പൂർണ്ണമായി കേരളത്തിൽ തുടച്ചു നീക്കുന്നത് വരെ ഈ ഓപ്പറേഷൻ തുഫാനുമായി നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇത് അവസാനിപ്പിക്കണം. പലയിടത്തും ഇപ്പം പുതിയ പുതിയ മാർഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മാരകമായ അസുഖങ്ങൾക്കുള്ള മരുന്ന് വാങ്ങിച്ച് കുത്തിവെക്കുക. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും ഒരു മെഡിക്കൽ ഷോപ്പും വിതരണം ചെയ്യാൻ പാടില്ല. ഇത് അവർക്കൊരു മുന്നറിയിപ്പായി തന്നെ നൽകുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർശനമായ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷിതത്വം, പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണിത്. അതിനെല്ലാവരുടെ സഹായം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ട്രാൻസ്ഫർ പോലീസിലുള്ള ഡിവൈഎസ്പി CI റാങ്കിലുള്ള ആൾക്കാരുടെ ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നും അതെല്ലാം ഉടൻ തന്നെ നടക്കും. എല്ലാ കാര്യങ്ങളും ഉടൻ തീരും. നമുക്കറിയാമല്ലോ, 1.5 മാസം ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏകദേശം 2 മാസമാണ് ഇന്നലെ ആയത്. അപ്പോൾ അതിൻ്റേതായ സമയങ്ങളെടുക്കും. പെട്ടെന്ന് ഇതെല്ലാം തീരുമാനിക്കും. പിന്നെ അതുപോലെ